ഹായ് ആൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോമാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. എൻ്റെ മുത്തശ്ശിയുടെ വീട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് മദറിൻ്റെ ഹൗസ്, അതാണ് പിക്ചറിൽ നമ്മൾ കാണുന്നത്. ഒരു നാട്ടിൻ പ്രദേശമാണ് അല്ലേ. നിറയെ മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിന് നടുവിലായിട്ടാണ് ഒരു വീടുള്ളത്. ഓടിട്ട വീടാണ്, പഴയ കാലത്തെ മോഡലുള്ളൊരു വീടാണ്. ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. ഡു യു റിമെമ്പർ ദ ഹെൽപ്പ് യുവർ ഗ്രാൻഡ് മദർ ഡിഡ് ഫോർ യു വെൻ യു വർ എ ചൈൽഡ്? എന്താ ചോദിക്കുന്നത്? നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രാൻഡ് മദർ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ഹെൽപ്പുകളുണ്ട്, സഹായങ്ങൾ. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളുടെ അമ്മയോ അച്ഛനോ നമ്മളെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് പാരൻസ്, പ്രത്യേകിച്ച് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒന്നും അതിന് സമ്മതിക്കില്ല അല്ലേ. ഇവിടെ ഗ്രാൻഡ് മദറിൻ്റെ കാര്യമാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി അങ്ങനെ നമ്മളെ അടിക്കാൻ സമ്മതിക്കുമോ? അച്ഛനെ അമ്മേനെ ഒന്നും സമ്മതിക്കില്ല അല്ലേ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അവർ. നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പാരൻസിനെ സമാധാനിപ്പിച്ച് നമ്മളെ സേവ് ആക്കുക ആരാണ്? നമ്മളുടെ ഗ്രാൻഡ് മദറാണ് അല്ലേ. അങ്ങനെയുള്ള കുറേ മെമ്മറീസ് നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങളോടുള്ള ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ ആൻസർ ചെയ്യുക. വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ഓഫ് ദ ടൈം യു സ്പെൻഡ് വിത്ത് ഹെർ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശിയുമായിട്ട് ചിലവഴിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടാവുമല്ലോ, ആ മൊമെൻറ്റ്സ്, അത്തരത്തിലുള്ള മെമ്മറീസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഗ്രാൻഡ് മദറുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എന്നാണ് ചോദ്യം. നൗ ലെറ്റ് us read the poem മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമലാദാസ്. അപ്പം ഇനി നമുക്ക് ഇവിടെ കമലാദാസ് എഴുതിയിട്ടുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന പോം വായിക്കാം. ഓക്കെ. I received love, that women died. The house withdrew into silence. Snakes moved among books. I was then too young to read, and my blood turned cold like the moon. എന്താ ഇവിടെ പറയുന്നത്? I received love, that women died. എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്നേഹം അനുഭവിച്ചിരുന്നു. എവിടെ നിന്നാണ്? മുത്തശ്ശിയിൽ നിന്നാണ് കേട്ടോ. മുത്തശ്ശിയുടെ കാര്യമാണ് പറയുന്നത്. റിസീവ്ഡ്, ഞാൻ ഒരുപാട് സ്നേഹം അനുഭവിച്ചിരുന്നു എൻ്റെ മുത്തശ്ശിയിൽ നിന്ന്. ദാറ്റ് വിമൻ ഡൈഡ്, ആ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞു. അതായത് മുത്തശ്ശീനെയാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി മരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ദ ഹൗസ് വിത്ഡ്രൂ ഇൻ ടു സൈലൻസ്. വിത്ഡ്രൂ എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക. അപ്പോൾ ആ ഒരു വീട് അത് നിശബ്ദതയിലേക്ക് പിൻവലിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിശബ്ദതയിൽ ആഴ്ന്നു പോയി. മുത്തശ്ശി മരിച്ചു അല്ലേ, പിന്നെ അവിടെ ആരുമില്ല, മുഴുവൻ നിശബ്ദതയാണ്. ഓക്കെ. സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. എന്താ പറയുന്നത്? സ്നേക്സ്, പാമ്പുകൾ അല്ലേ. മൂവ്ഡ് എമംഗ് ബുക്സ്. ഈ പാമ്പുകളൊക്കെ ഈ പുസ്തകങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. അതായത് ആരും ഇല്ലാത്ത വീടാകുമ്പോൾ നമുക്കറിയാം, അവിടെ നിറയെ പാറ്റകളും ഇഴജന്തുക്കളും പിന്നെ ചിലന്തി, അങ്ങനെ ഒരുപാട് ജീവികളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇവിടെ പറയുന്നത് സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്. പാമ്പുകളൊക്കെ ഇങ്ങനെ ബുക്സിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ട്. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്. ഞാൻ വായിക്കാനുള്ള പ്രായമായിട്ടില്ല, ഞാൻ വളരെ ചെറുതാണ്, എനിക്ക് ബുക്കുകളൊന്നും വായിക്കാനുള്ള പ്രായം ആയിട്ടുണ്ടായിരുന്നില്ല മുത്തശ്ശി മരിക്കുന്ന ആ ഒരു സമയം. ഓക്കെ. ആൻഡ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. മാത്രമല്ല എൻ്റെ ബ്ലഡ്, എൻ്റെ രക്തം എന്തായി പോയിട്ടുണ്ട്? കോൾഡ് ലൈക്ക് ദ മൂൺ, ചന്ദ്രനെ പോലെ തണുത്തു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിലെ സ്പീക്കർക്ക് അവരുടെ മുത്തശ്ശിയോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഒരിക്കലും അത് തിരിച്ച് കിട്ടില്ല അല്ലേ. അവർ മരിച്ചു പോയിട്ടുണ്ട്. സോ ഇനി ആ ഒരു സ്നേഹം ഒരിക്കലും അനുഭവിക്കാൻ തനിക്ക് ഒരു അവസരം കിട്ടില്ല എന്നുള്ള കാര്യം സ്പീക്കർ മനസ്സിലാക്കുകയാണ്. അപ്പം അവരുടെ രക്തം തണുത്തുപോയി ചന്ദ്രനെ പോലെ എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ആഴമാണ് കേട്ടോ അവിടെ കാണാൻ പറ്റുന്നത്. How often I think of going there to peer through blind eyes of windows or just listen to the frozen air. ഞാൻ പലപ്പോഴും അവിടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. To peer, peer means ഒളിഞ്ഞു നോക്കുക കേട്ടോ. Through the
ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ജനാലയുടെ ബ്ലൈൻഡ് ഐസ് എന്നാണ് പറയുന്നത്. അപ്പം ജനാലയുടെ ആ ഒരു ബ്ലൈൻഡ് ഐസിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കണം, ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കണം. ഉള്ളിൽ എന്താണ്? ഡാർക്ക്നെസ് ആണ് അല്ലേ. ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ, അല്ലെങ്കിൽ ആ ഒരു തണുത്ത് മരവിച്ച ആ ഒരു എയർ ഉണ്ടല്ലോ. കാരണം മുത്തശ്ശിയില്ല, മുത്തശ്ശിയുടെ ശബ്ദമോ അനക്കമോ അല്ലെങ്കിൽ അവരില്ല, ഈ ലോകത്തേ ഇല്ല അല്ലേ, ഒന്നുമില്ല മുത്തശ്ശിയുടെ ബാക്കി ഓർമ്മകൾ മാത്രമാണ്. അപ്പം എയർ കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട് എന്ന് ഈ ഒരു സ്പീക്കർ ചിന്തിക്കുകയാണ്. അപ്പം അതെങ്കിലും ഒന്ന് ലിസൺ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് സ്പീക്കർക്ക് ഉള്ളത്. ഓർ ഇൻ വൈൽഡ് ഡെസ്പയർ pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. എന്താ പറയുന്നത്? അല്ലെങ്കിൽ വൈൽഡ് ഡെസ്പയർ എന്ന് പറഞ്ഞാൽ അതിയായ നിരാശയാണ്. ഡെസ്പയർ എന്ന് പറഞ്ഞാൽ നിരാശയാണ് കേട്ടോ. അപ്പം അത്രയധികം ആഴത്തിലുള്ള നിരാശയാണ്. പിക്ക് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്, അത്രയും നിരാശയിലും എനിക്ക് അവിടെ നിന്ന് ഒരു ഹാംഫുൾ ഓഫ് ഡാർക്ക്നെസ് കൊണ്ടുവരണം, ഒരു കൈപ്പിടിയോളം ഇരുട്ട് അവിടെ നിന്ന് കൊണ്ടുവരണം. എൻ്റെ മുത്തശ്ശി ജീവിച്ചിരുന്ന ആ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ. എന്നിട്ട് അതിനെ എവിടെ കൊണ്ട് സൂക്ഷിക്കണം? എൻ്റെ ബെഡ്റൂം ഡോറിൻ്റെ പിറകിലായിട്ട് അതിനെ കൊണ്ടുവന്ന് സൂക്ഷിക്കണം, ആ ഒരു ഹാംഫുൾ ഓഫ് ഡാർക്ക്നെസ്സിനെ. ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്, ഒരു കാവൽ നായയെ പോലെ, ചിന്താകുലനായ ഒരു കാവൽ നായയെ പോലെ എൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പിറകിലായിട്ട് എനിക്ക് ഒരു കാവലായിട്ട് ആ ഒരു ഡാർക്ക്നെസ്സിനെ കൊണ്ടുവരണം എന്ന് സ്പീക്കർ ആഗ്രഹിക്കുകയാണ്. യു കനോട്ട് ബിലീവ് ഡാർലിംഗ്, ക്യാൻ യു, ദാറ്റ് ഐ ലീവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്. എന്താ പറയുന്നത്? യു കനോട്ട് ബിലീവ്, നിനക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. ഡാർലിംഗ്, അപ്പം പ്രിയതമനോടാണ് പറയുന്നുണ്ടാവുക കേട്ടോ. ക്യാൻ യു, നിനക്കത് വിശ്വസിക്കാൻ കഴിയുമോ? നിനക്കത് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ അത്രമാത്രം നല്ലൊരു വീട്ടിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ലീവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്. അഭിമാനത്തോടു കൂടിയും അതേപോലെ തന്നെ ഒരുപാട് സ്നേഹം അനുഭവിച്ചുമാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അത്തരത്തിലൊരു വീട്ടിലാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്ന് തൻ്റെ പ്രിയതമനോട് കവി പറയാണ്. ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ ടു റിസീവ് ലവ് അറ്റ് ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്. എൻ്റെ എല്ലാ വഴികളും എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, ഞാൻ ഒരുപാട് സ്നേഹം അനുഭവിച്ചിരുന്ന ആ ഒരു സ്ത്രീ ഇപ്പോൾ ഇല്ല, അവർ മരണപ്പെട്ടു. എനിക്ക് ഇനി സ്നേഹം വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ കവിയുടെ മനസ്സിലുള്ളത്. ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ ടു റിസീവ് ലവ്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? സ്ട്രേഞ്ചേഴ്സിൻ്റെ, അതായത് അപരിചിതരായ ആളുകളുടെ ഡോറിൽ പോയി മുട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് സ്നേഹത്തിന് വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് ഇൻ സ്മോൾ ചേഞ്ച്, ഒരു ചെറിയൊരു മാറ്റം അതുണ്ടായാൽ മതി. ആരിൽ നിന്നെങ്കിലും എനിക്ക് കുറച്ച് സ്നേഹം കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് സ്പീക്കർ ഇപ്പം സ്ട്രേഞ്ചേഴ്സിൻ്റെ ഡോർസിൽ പോയിട്ട് മുട്ടുന്നത് എന്നാണ് പറയുന്നത്. മാധവിക്കുട്ടിയുടെ കവിതകളിലെല്ലാം കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്നേഹം. അത് കിട്ടാത്ത ഒരു മനസ്സിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നിട്ട് കൂടെ ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു കാര്യം അത് കിട്ടാതെ പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത് കിട്ടാതെ ഉഴലുന്ന ഒരു മനസ്സിൻ്റെ വിങ്ങൽ, അതൊക്കെ നമുക്ക് മാധവിക്കുട്ടിയുടെ കവിതകളിൽ കാണാൻ പറ്റും. സോ ഇത്രയാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോൾ പോയത്തിൻ്റെ സൈഡിലായിട്ട് കമലാ സുരയ്യയുടെ ഫോട്ടോയും പ്രൊഫൈലും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കമലാ സുരയ്യ ജനിക്കുന്നത് 1934 മരണപ്പെടുന്നത് 2009. മാധവിക്കുട്ടി, കമലാദാസ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അവരൊരു ബൈലിംഗ്വൽ റൈറ്ററാണ്, അതായത് 2 ലാംഗ്വേജസിൽ എഴുതുന്ന ആളാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും. അതുമാത്രമല്ല അവർ പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നീ നിലകളിൽ പ്രശസ്തയാണ്. പിന്നെ അവർക്ക് ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. മൈ സ്റ്റോറി എന്ന് പറയുന്നത് അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്കാണ്. പിന്നെ ദ ഓൾഡ് പ്ലേ ഹൗസ്, അങ്ങനെ ഒരുപാട് ബുക്സ് അവർ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക, അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിലുള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.